പഞ്ചായത്ത് കുടുംബശ്രീ മിഷന്റെ മേൽനോട്ടത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ബഡ് സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ജൂൺ 5-ന് നടന്ന പ്രവേശനോത്സവം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമാക്കി ബെഡ്സ് സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ജൂൺ 5 വ്യാഴാഴ്ച ബെഡ് സ്കൂൾ പ്രവേശനോത്സവം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS നിർവഹിച്ചു. ഞാൻ ഒരേ സമയത്ത് ബെഡ് സ്കൂൾ വളരെ ഒരു പ്രധാനപ്പെട്ട കുടുംബശ്രീയുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഒരു വലിയ പാർട്ട്ണർഷിപ്പിൽ നടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണത്. അത് നമ്മുടെ സംസ്ഥാന ലെവൽ ഉദ്ഘാടനം രാജേഷ് മിനിസ്റ്റർ വടവുകോടിൽ വെച്ച് ചെയ്തിരുന്നു. നമ്മുടെ ബംഗോള വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സ്കൂള് ബിക്കോസ് ഒരു പഞ്ചായത്തിന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിലെ സംവിധാനം എന്ന് പറയുമ്പോൾ അവിടെ ഒട്ടേറെ പദ്ധതികൾ, ഒട്ടേറെ റോഡ്, ലൈറ്റ്, കുടിവെള്ളം, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് എത്രയോ പദ്ധതികൾ ഉള്ളപ്പോൾ ബട്ട് സ്കൂളിന് വേണ്ടി പ്രത്യേക ഫണ്ട് ഒരുക്കി ബട്ട് സ്കൂളിയുടെ ഒരു ബിക്കോസ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അവരുടെ സ്പെഷ്യൽ കെയർ, അവരുടെ നീഡ്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പഞ്ചായത്ത്, നമ്മുടെ കേരളത്തിൽ മാത്രമേ ഈ മാതൃക ഉള്ളൂ, ഇതുപോലെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് മുൻഗണന കൊടുത്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ച് അവർക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കൂൾ നടത്തുന്ന ഒരു സംവിധാനമാണ് ഇത്. കേരള മാതൃകയാണ്. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് PP എൽദോസ് ആമുഖ പ്രഭാഷണം നടത്തി. വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ 75 ലക്ഷം രൂപയോളം ചെലവാക്കി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഗ്രാന്റ് 12 ലക്ഷം രൂപ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യപ്രദമായ രീതിയിൽ തെറാപ്പികൾ നടത്താനും അവരുടെ എക്സസൈസും സാധനങ്ങളൊക്കെ എല്ലാ രീതിയിലും സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ബെഡ് സ്കൂളിൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ MP, MLA, കേരളത്തിലെ ഏറ്റവും നല്ല കളക്ടർ എന്ന പേരെടുത്ത ഉമേഷ്, എല്ലാവരും പങ്കെടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ഏറ്റവും അതിമനോഹരമായ നാടൊട്ടൊക്കെ കൂടി 10,000 പേര് പങ്കെടുത്ത ഈ പരിപാടി അതിമനോഹരമായ രീതിയിൽ നടത്തുകയും ചാലക്കുടി MP ബെന്നി ബെഹനാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അൻവർ അലി എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. ഞാൻ നമ്മുടെ പ്രദേശത്തുള്ള കുറെ സ്കൂളുകൾക്ക് സിയാലുമായി ബന്ധപ്പെട്ട് കുറെ ലാപ്ടോപ്പ് കൊടുക്കാൻ പരിപാടി എൻ്റെ ഓഫീസിൽ വെച്ചാണ് നടന്നത്. ഞാനാണത് വിതരണം ചെയ്യേണ്ടി വന്നത്, അതുകൊണ്ടാണ് താമസിച്ചു പോയത്. ഏതായാലും കളക്ടറൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്കൂളിന് ഇനിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി സംഘടിപ്പിക്കണം, അതിനുള്ള സഹായം ഉണ്ടാകും. മറ്റു ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. സ്കൂൾ നന്നായി പോകട്ടെ എന്ന് പറയുന്നു. നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ബെഡ്സ് സ്കൂൾ, എല്ലാ സൗകര്യമുള്ള സംവിധാനത്തിൽ നല്ല മുറ്റുമൊക്കെയായി വളരെ ഭംഗിയായി ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ നന്നായിട്ടാണ് ഇവിടുത്തെ കുട്ടികളെ എല്ലാവരെയും നോക്കുന്നത്. കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ ADMC അനുമോൾ പദ്ധതി അവതരണം നടത്തി. ജനപ്രതിനിധികളായ ഷമിത ഷെരീഫ്, വാസന്തി രാജേഷ്, നസീമ റഹീം, ഷിഹാബ് പള്ളിക്കൽ, AM സുബൈർ, ബിബിൻ ഷാ യൂസഫ്, ഷംല നാസർ, KM അബ്ദുൽ ജലാൽ, പ്രീതി വിനയൻ, ബിൻസി വർഗീസ്, പ്രിയദർശിനി TT, NB ഹമീദ്, KE കുഞ്ഞുമുഹമ്മദ്, ഷിജി ടീച്ചർ, അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ്, പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ജോയ് KJ, AEO ബിജിമോൾ, CDPO റഷീദ VA, വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MI ബീരാസ്, അല്ലപ്ര അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ബാങ്ക് പ്രതിനിധി CM അഷ്റഫ്, വെങ്ങോല ഫെഡറൽ ബാങ്ക് മാനേജർ ഗീതു എൽദോ തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബെഡ്സ് സ്കൂളിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഈ സ്കൂളിലെ 29ഓളം വരുന്ന നമ്മുടെ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള നമ്മുടെ കുട്ടികളുടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് ഇന്നിവിടെ നടന്നത്. ആ പരിപാടി വളരെ ഭംഗിയായി നടത്തിയ മുഴുവൻ ആളുകളെയും പ്രത്യേകം ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ചടങ്ങിൽ കുട്ടികൾക്ക് ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മുഖ്യാതിഥികൾ നടത്തിയ വൃക്ഷത്തൈ നടീലും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.